ഏറെക്കാലത്തെ പ്രാർത്ഥനകൾക്കും പരിശ്രമങ്ങൾക്കും ഒക്കെ ഒടുവിൽ അബ്ദുൾ റഹീം നാട്ടിലെത്തി. ഇന്ന് രാവിലെയാണ് അബ്ദുൾ റഹീം വീട്ടിലേക്ക് എത്തിയത്. മകനെ തിരിച്ചു തന്ന ദൈവത്തിന് നന്ദി പറയുകയാണ് റഹീമിന്റെ ഉമ്മ ഫാത്തിമ. ഒന്നിച്ചു നിന്ന എല്ലാവർക്കും ഉമ്മ നന്ദി അറിയിച്ചു. 20 വർഷമായി ഈ ഉമ്മ ആഗ്രഹിച്ച ആ നിമിഷമാണിപ്പോൾ സഫലമായിട്ടുള്ളത്. ഫാത്തിമ ഉമ്മ സ്വന്തം മകനെ കെട്ടിപ്പിടിച്ച് ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. ഇപ്പോൾ അമ്മ നമ്മളെ ഓരോ തവണ സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു നിമിഷം വരട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം എന്താ പറയാനുള്ളത്? ഒക്കെ പറഞ്ഞതും അള്ളാൻ്റെ അകന് കിട്ടി. ഞാനും എൻ്റെ കുട്ടി ഒത്തൊരുമിച്ച് നിൽക്കുന്നു. ഈ സന്തോഷം എൻ്റെ മരണം വരക്കുന്ന മക്കളെ നിന്നിട്ട് ഈ മണം വരയ്ക്കും. ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന എല്ലാവർക്കും മലയാളികൾ കുറെ പറഞ്ഞോ. ഈ ചാനലുകാർക്കും സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഈ ഇത്രയും കാലം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു റഹീമിനെ? എൻ്റെ ഒന്ന് മാറ്റം മതിയോ, തലയിൽ മുടിയില്ലാത്ത മാറ്റം. എൻ്റെ കുട്ടി അന്നത്തെ കുട്ടി തന്നെ കുറച്ച് വണ്ണം വെച്ചില്ല, അത്ര വണ്ണമില്ല മാത്രം. അൽഹംദുലില്ലാ കണ്ടു. ഞാൻ എത്ര അള്ളാനെ സ്തുതിക്കണം മക്കളെ. എത്ര വട്ടം എൻ്റെ കുട്ടി തല കൊണ്ട് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചതാണ് കണ്ടു. ഞാൻ അള്ളാനെ എത്ര സ്തുതിക്കണം. സഹിക്കാൻ കരുത്ത് അള്ളാഹു തരട്ടെ. ഇരുണ്ട ദിവസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞോ? ആ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് റഹീമിനോട് കൂടെ ചോദിക്കാം. റഹീമെ, ഇപ്പൊ ഉമ്മാന്റെ വാത്സല്യത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്താ തോന്നുന്നു? ഒരുപാട് സന്തോഷമായിരുന്നു. ഈ സാഹചര്യം ഒരുക്കി തന്നെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചക്ക് സാഹചര്യം ഒരുക്കുന്ന എല്ലാ ലോക മലയാളികൾക്കും ഒരുപാട് റിയാദിൽ ഇന്ത്യൻ എംബസിയും റിയാദിൽ നിയമസഭാ കമ്മിറ്റികൾക്കും നാട്ടിലെ കമ്മിറ്റികൾക്കും എൻ്റെ നാട്ടുകാർക്കും സുഹൃത്തുക്കളും ലോക മലയാളികൾക്കും സഹായിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഉമ്മ പറഞ്ഞത് തലയിലെ മുടി പോയതാ മാറ്റുന്ന. ഉമ്മക്ക് കുറച്ച് പ്രായമായില്ലേ? ഒരുപാട് പ്രായം, 20 വർഷത്തെ ഒരുപാട് താങ്ക്സ്. എന്തായാലും റഹീമിനെയും ഉമ്മയൊക്കെ ഒരുമിച്ച് കാണുന്നതിന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത്. ജവാദ് ബന്ധു, ഒപ്പം തന്നെ പാറോ ഫറ്റോണി, ലത്തീഫ് സാറുണ്ട്. ഈ എംബസിയിൽ അതിന് വേണ്ടുന്ന ഇടപെടലൊക്കെ നടത്തിയ യൂസഫ് കാക്കഞ്ചേരി അടക്കമുള്ള ആളുകൾ ഏതായാലും ഈ ഒരു സമയം ഈ സന്തോഷം പങ്കുവെക്കാൻ നമ്മോടൊപ്പം ഇവിടെ ചേർന്നിട്ടുണ്ട്.